തൃശൂർ കുന്നംകുളം സ്റ്റേഷനിലെ കാക്കി ക്രൂരതയുടെ നടുക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിനെ SI നുഹ്മാന്റെ നേതൃത്വത്തിൽ നിഷ്ഠൂരമർദ്ദനത്തിന് ഇരയാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സുജിത്ത് 2 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ദൃശ്യം പുറത്തു കൊണ്ടുവന്നത്. കുന്നംകുളം സ്റ്റേഷനിലെ മനുഷ്യത്വമില്ലാത്ത 3-ാം മുറയ്ക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. നരാധമന്മാർ പോലീസിൽ തുടരുന്നതിൽ മുഖ്യമന്ത്രിക്ക് ലജ്ജയില്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. കാക്കിയിട്ടവരുടെ തേർവാഴ്ച കുന്നംകുളം സ്റ്റേഷനിൽ നടന്നത് അതാണ്. സ്റ്റേഷനിലേക്ക് കയറിയപ്പോൾ തുടങ്ങിയ മർദ്ദനം മുറിയുടെ മൂലയിലിട്ട് തല്ലിച്ചതയ്ക്കുന്നതിൽ വരെ എത്തി. SI നുഹ്മാന്റെ നേതൃത്വത്തിലാണ് ഈ കൊടും ക്രൂരത അരങ്ങേറിയത്. കൂട്ടത്തിൽ നിന്ന് തല്ലിയതാകട്ടെ CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവരും. ഈ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നിൽ 2 വർഷം നീണ്ട നിയമ പോരാട്ടത്തിന്റെ കഥയുണ്ട്. ചൊവ്വന്നൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാണ് VS സുജിത്ത്. 2023 ഏപ്രിൽ 5-ന് വഴിയേറിയിൽ നിന്ന് സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തിയപ്പോൾ സുജിത്ത് ഇടപെട്ടു. വാക്കേറ്റമായി. പ്രകോപിതരായ പോലീസ് സുജിത്തിനെ ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലെത്തിച്ചു. പിന്നീട് അരങ്ങേറിയത് കൊടിയ മർദ്ദനം. മദ്യപിച്ച് പോലീസിനെ ഉപദ്രവിച്ചു എന്ന കള്ള FIR ഇട്ട് സുജിത്തിനെ കുടുക്കാനായിരുന്നു പദ്ധതി. എന്നാൽ പോലീസിന്റെ ദുഷ്ടബുദ്ധിയെല്ലാം കോടതിയിൽ തകർന്നു. വൈദ്യപരിശോധനയിൽ മദ്യപിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞതോടെ സുജിത്തിന് ചാവക്കാട് കോടതി ജാമ്യം നൽകി. പോലീസ് അതിലെ പാസ് ചെയ്യുമ്പോൾ അവിടെ എന്താ കൂട്ടിക്കണ നമുക്ക് ചോദിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു, ചൂടായി ലാത്തി വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ തന്നെ എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ബഹളം കണ്ടിട്ട് ഞാൻ വന്നു, എൻ്റെ ഫോൺ വിളിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ എന്താ കാര്യം ചോദിച്ചു. കാര്യം ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു നീ ആരാ ചോദിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ്, ഒരു പൊതുപ്രവർത്തകനാണ്, അതുപോലെ ക്ലബിൻ്റെ പ്രസിഡന്റാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നീ അത് വലിയ നേതാവ് കളിക്കണ്ട, നീ അങ്ങനെയാണ് കൊണ്ടൊരു കോളർ കയറി പിടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കോളർ കയറി പിടിക്കേണ്ട കാര്യം ഇല്ലേതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു നീ നറക്കട സ്റ്റേഷനിലേക്ക് വന്നിട്ട് ജീപ്പിൽ കയറ്റി കൊണ്ടുവരികയാണ് ഉണ്ടായിട്ടുള്ളത്. സുജിത്തിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കാൻ കുന്നംകുളം കോടതി ഉത്തരവിട്ടു. പരിശോധനയിൽ ചെവിക്ക് പരിക്കേറ്റെന്ന് തെളിഞ്ഞു. എന്നിട്ടും പോലീസിനെ തൊടാൻ ആരും കൂട്ടാക്കിയില്ല. അപ്പോഴും വന്നു കുന്നംകുളം കോടതിയുടെ ഇടപെടൽ. പോലീസുകാർക്കെതിരെ കോടതി നേരിട്ട് കേസെടുത്തു. ഈ 2 വർഷമായിട്ടും കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ഇത് കണ്ടിട്ട് എന്ത് ചെയ്തു എന്ന ചോദ്യമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പ് 24 മണിക്കൂറിനകത്ത് നടപടി സ്വീകരിക്കണം. മുഖ്യമന്ത്രിയുടെ നിലപാട് ഈ വിഷയത്തിൽ വ്യക്തമാക്കണം. കേസിലെ നിർണായക തെളിവായ CCTV ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവരാനും നടത്തി അസാധാരണമായ നിയമ പോരാട്ടം. ആദ്യം വിവരാവകാശ കമ്മീഷൻ ദൃശ്യം നൽകാൻ ഉത്തരവിട്ടെങ്കിലും പോലീസ് കൂട്ടാക്കിയില്ല. പിന്നീട് കമ്മീഷൻ പോലീസിനെ നേരിട്ട് വിളിച്ചു വരുത്തി കർശന നിർദ്ദേശം നൽകിയതോടെയാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നത്. കേരളത്തിലെ പോലീസ് സേന ഒരു കള്ളന്മാരുടെ കുറുവാ സംഘമായി മാറി എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ ആരോപിക്കുന്നത്. ഇത് ഒരു അധപ്പതിച്ച ഭരണമാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കേരളത്തിന്റെ തെരുവോരങ്ങളിൽ യൂത്ത് കോൺഗ്രസ് നടത്തും. നേരത്തെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അസിസ്റ്റന്റ് കമ്മീഷണർ KC സേതു നടത്തിയ അന്വേഷണത്തിലും സുജിത്തിന് മർദ്ദനമേറ്റെന്ന് കണ്ടെത്തിയിരുന്നു. ഇനി കോടതി ഉത്തരവ് പ്രകാരം തുടർ നടപടിയെടുക്കുമെന്ന് DIG ഹരിശങ്കർ അറിയിച്ചു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് നിലനിൽക്കുകയാണ്. ഇതിൽ പരാതിക്കാരായ ആളുകൾ കോടതിയെ നേരിട്ട് സമീപിച്ചിട്ടുള്ളതും ആ കോടതിയിൽ ഒരു MC ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ക്രിമിനലായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ക്രിമിനൽ നടപടി ഓൾറെഡി പെൻഡിങ് ആണ്. ഇനി ആ ക്രിമിനൽ നടപടിയിൽ കൂടുതൽ എന്തായെങ്കിലും കോടതിയുടെ പരാമർശവും കോടതിയുടെ നടപടിക്രമങ്ങളും കൂടെ പരിശോധിച്ചിട്ട് ഇതിൽ മറ്റെന്തെങ്കിലും ആക്ഷേപങ്ങൾ ആ ഘട്ടത്തിൽ വരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ പരിശോധിക്കും. എന്നാൽ CCTV ദൃശ്യങ്ങളിൽ വന്നതിനേക്കാൾ ക്രൂരമുറകളാണ് പോലീസ് പ്രയോഗിച്ചതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. മുകളിലുള്ള മുറിയിലേക്ക് കൊണ്ടുപോയി കാൽവെള്ളയിൽ 45 തവണ അടിച്ചു. ഇതൊക്കെ ചെയ്തവർ ഇന്നും സേനയിൽ തുടരുകയാണെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മാത്രമല്ല, മുകളിലത്തെ റൂമിൽ കൊണ്ടുപോയി 45 തവണ ആ കുട്ടിയുടെ കാലിന്റെ കീഴിൽ അടിച്ചു, എന്നിട്ട് ചാടിച്ചു. ആ ചാടിച്ചോരൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോ, ഒരുങ്ങിയിരുന്നു അവര് ചാടാൻ. ഇത്തരം നരാധമന്മാർ സ്വന്തം സേനയിൽ തുടരുന്നതിൽ മുഖ്യമന്ത്രിക്ക് ലജ്ജ തോന്നുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. കുറ്റക്കാരായ പോലീസുകാരെ പുറത്താക്കണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. ഈ പൈശാചികമായ ഈ ക്രൂരമായിട്ടുള്ള ഈ പോലീസ് മർദ്ദനം കണ്ട് ഞെട്ടിയവരാണ്. അതിൽ മുഖ്യമന്ത്രി ഉത്തരം പറയണം. ആഭ്യന്തര വകുപ്പ് പ്രതിക്കൂട്ടിലാണ്.
ഈ കുറ്റവാളികൾക്കെതിരായി നിയമ നടപടികൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള നടപടികളും സ്വീകരിക്കണം. മുഖ്യമന്ത്രി ഭരിക്കുന്ന വകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ ഈ വിഷയം സജീവമായി ഉന്നയിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. തൃശൂർ ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.